സോ ഡീമൺ സ്ലെയറിന്റെ മാംഗ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കോമിക്. നമ്മളിന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 188 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട. കാരണം ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമി റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇനിയും വരുന്നുണ്ട്. സോ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ 8 പേരുടെ പേരുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ നേരെ ഫൈറ്റിലേക്ക് വരുവാണ്. അതായത് മുസാൻ ഒരു ഹ്യൂജ് ആയിട്ടുള്ള വൈഡ് റേഞ്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ അറ്റാക്സിന്റെ ഒക്കെ പവർ നന്നായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഹാഷിറാസും ഒന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എന്ത് നമ്മുടെ ഗ്യോമി വരെ ചെറുതാരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ മിച്ചൂരിക്കായിട്ട് ഒരു അറ്റാക്ക് പോലും നേരെ ചൊവ്വേ കാണാമല്ല. പുള്ളിക്കാരി ഇതൊക്കെ ഡോഡ്ജ് ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഇത്ര വർഷത്തെ ആ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. പിന്നെ ലക്കും. ഈ ഒരു കാര്യം നമ്മുടെ മിച്ചൂരിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വെറുതെ മുസാൻ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം മുസാന്റെ കൈയും കാലും പിടിച്ചു വെക്കാൻ വേണ്ടി മുസാനുമായിട്ടുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ മിച്ചൂരിക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യും. പുള്ളിക്കാരുടെ മുഖവും കൈയൊക്കെ എല്ലാം ഈ അറ്റാക്കിൽ പെടും. ഇത് കണ്ട ഒബനയായിട്ട് നേരെ മിച്ചൂരി എടുത്തിട്ട് ഓടിച്ചില്ലും. ഇത് കണ്ട മുസാനായിട്ട് ഇവർ രണ്ടുപേരെ ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള 3 ഹാഷിറാസും കൊണ്ട് മുസാന്റെ അറ്റാക്ക് തടഞ്ഞ് പുള്ളിക്കാരനെ ബിസി ആയിട്ട് വെക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ഒബനായ മിച്ചൂരിനെ കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറും. പുള്ളിക്കാരിക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂഷറിനെ എല്ലാവരും തിരക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇത് തീർന്നിട്ടില്ല, എനിക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒബനായിട്ട് നീ ആവശ്യത്തിൽ കൂടുതൽ ചെയ്തു, അതുകൊണ്ട് നീ ഇനി റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഡീമൺ സ്ലെയറിന്റെ നമ്മുടെ മിച്ചൂരിനെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ നേരെ തിരിച്ചു പോകുവാണ്. മിച്ചൂരി ആയിട്ട് കരഞ്ഞുകൊണ്ട് താഴത്തേക്ക് വീഴുന്നുണ്ട്. ഒബനായി പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം പുള്ളിക്കാരിക്ക് ഇനി വേറൊരാൾ കൂടെ മരിക്കുന്നത് കാണാനുള്ള ത്രാണിയില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് നേരെ തിരിച്ചു പോകാൻ നേരത്ത് ഒബനയുടെ മനസ്സിൽ കുറച്ചധികം ഓർമ്മകൾ വരും. ഓർമ്മകളെന്നല്ല, കുറച്ചധികം ചിന്തകൾ വരും. ഈ ഡീമൺസ് എന്ന് പറയുന്ന കാര്യം ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എത്ര അധികം പേര് ജീവനോടെ ഉണ്ടായെന്ന്. ഞാനും മിറ്റ്സൂരിയും അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കണ്ടിരുന്നെങ്കിൽ എന്താവുന്ന അവസ്ഥ. പക്ഷേ അതൊരിക്കലും നടക്കത്തില്ല. കാരണം ഞാൻ മരിക്കേണ്ടവനാണ്. അല്ലെങ്കിൽ എന്റെ ശരീരത്തുള്ള ഈ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കളയാനുള്ള എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടുപിടിക്കണം. മിറ്റ്സൂരി, ഞാൻ ഒരു വൃത്തികെട്ട കുടുംബത്തിൽ ജനിച്ചവനാണ്. വൃത്തികെട്ട എന്ന് പറയുന്ന നേരത്ത് സ്വന്തം കാര്യം ചെയ്യാൻ വേണ്ടി മറ്റുള്ളവനെ എന്ത് വേണമെങ്കിലും കാണിക്കുന്ന ഒരു കുടുംബം. കഴിഞ്ഞ 370 വർഷങ്ങളായിട്ട് ഈ കുടുംബത്തിൽ ജനിച്ച ആദ്യത്തെ ആൺതരിയാണ് ഞാൻ. അതുകൊണ്ടായിരിക്കണം ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഒരു കൂട്ടിൽ കിടന്നാണ് വളർന്നത്. എൻ്റെ അമ്മയും അമ്മുമ്മയും ബാക്കിയുള്ളവരെല്ലാവരും എന്നെ വളരെയധികം നന്നായിട്ട് തന്നെ നോക്കി. അവർ എന്നോട് വളരെ മയത്തിലാണ് സംസാരിച്ചിട്ടുണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ കാണാൻ നിർത്ത് എനിക്കെന്തൊരു വെറുപ്പാണ് തോന്നിയത്. അതും പോലെ അവർ എല്ലാ ദിവസവും എനിക്ക് കുറേ അധികം ഫുഡ് കൊണ്ട് തരുമായിരുന്നു. ചെറിയൊരു സ്ഥലമായിരുന്നു കൊണ്ട് തന്നെ ബാത്റൂമിലൊക്കെ മണം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കാണാൻ നിർത്ത് തന്നെ ഛർദ്ദിക്കാനാണ് വന്നിട്ടിരുന്നത്. ഇതെല്ലാം പോയിട്ട് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് മുകളിലെ ആ റൂഫിൽ എന്തോ ഒക്കെ ശബ്ദം കേൾക്കാം. ഭയങ്കര ശബ്ദം. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. ഇതൊക്കെ നിരങ്ങുന്ന സൗണ്ട് കാരണം എനിക്ക് എന്താണ്ട് പോലെയായിരുന്നു. ആ സൗണ്ടൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുന്നത്. ഞാൻ ആ കൂടിൻ്റെ പുറത്തിറങ്ങുന്നത് എൻ്റെ 12ാമത്തെ വയസ്സിലാണ്. അന്ന് അവരെന്നെ വലിച്ചുകൊണ്ട് നേരെ മുകളിലെ ഒരു ലക്ഷറീസ് ആയിട്ടുള്ളൊരു റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനെ കാണാൻ കൊണ്ടുപോയിരുന്നെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് മറ്റൊന്നായിരുന്നു. അതൊരു ഡീമൻ ആയിരുന്നു. അരയുടെ താഴത്തേക്ക് പാമ്പിനെ പോലുള്ള ഒരു ഡീമൻ. ആ സാധനത്തിനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതിൻ്റെതാണെന്ന്. ശരിയാണ്, വളരെ ചെറുതാണ്, വലുതാകട്ടെ, കുറച്ചുകൂടെ വലുതാകട്ടെ എന്ന് ആ ഡീമൻ പറയുന്നുണ്ട്. എൻ്റെ വീട്ടുകാർ ഈ ഡീമൻ തിന്നുന്ന മറ്റുള്ള മനുഷ്യരുടെ സാധനങ്ങളൊക്കെ കട്ടെടുത്തുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഡീമന് കുട്ടികളെ വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിലെ കുട്ടികളെ വരെ സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. എനിക്ക് ജനിച്ചപ്പോൾ തന്നെ വളരെ റെയർ ആയിട്ടുള്ള കണ്ണുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എന്നെ വളർത്തിയെന്ന് പറഞ്ഞാൽ പോരാ, അവൾക്ക് തിന്നാൻ പറ്റുന്ന പരുവാകുന്നവരെ എന്നെ തീറ്റിപ്പോറ്റി. അന്ന് അവരെൻ്റെ വാ മുറിച്ച് എൻ്റെ വായിലുണ്ടായിരുന്ന കുറേ ചോര ഒരു ചട്ടിയിലാക്കി അവൾക്ക് കൊണ്ടേ കൊടുത്തു. എന്നിട്ട് അവരെന്നെ തിരിച്ച് വീണ്ടും കൊണ്ടേ പൂട്ടിയിട്ടു. പക്ഷേ അന്ന് ഞാൻ അവിടുന്ന് എടുത്തൊരു ഹെയർ പിൻ കൊണ്ട് എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് നിന്ന് രക്ഷപ്പെടണം. 12 വർഷമായിട്ട് കൂട്ടിക്കിടന്ന നമ്മുടെ ഒബനയ്ക്ക് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ വൈറ്റ് സ്നേക്ക് ആണ്. ഒരു ദിവസം നമ്മുടെ ഒബനായി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സാധനം, അതായത് ഈ ഡീമൻ നമ്മുടെ ഒബനയുടെ പുറകെ പോകും. പക്ഷേ അന്നത്തെ ആ ഫ്ലെയിം ഹാഷിറ ഈ ഡീമനെ ഡിഫീറ്റ് ചെയ്ത് നമ്മുടെ ഒബനായിനെ രക്ഷിക്കുകയും ചെയ്യും. ആ ഹാഷിറ കാട്ടെ എന്നെ തിരിച്ച് നേരെ എൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയി, എൻ്റെ കസിൻസിൻ്റെ അടുത്തേക്ക്. പക്ഷേ അവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ ഒളിച്ചോടിയ കൊണ്ട് തന്നെ ആ ഡീമൻ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും തിന്നെന്നും പറഞ്ഞുകൊണ്ട് അവരെന്നെ വഴക്ക് പറയുന്നു. ശരിയാണ്, അവർ പറയുന്നത് ശരിയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഈ വൃത്തികെട്ട കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഞാൻ വെറൊരു വൃത്തികെട്ടവനാണ്, വൃത്തികെട്ട കുടുംബത്തിൽ ജനിച്ച മറ്റൊരു വൃത്തികെട്ടവൻ. അന്നത്തെ കർമ്മ വളരെ വലുതായതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു നോർമൽ ലൈഫ് കിട്ടിയാലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഡീമൺസിനോടുള്ള വെറുപ്പ് കൂടി. അങ്ങനെ ഞാനൊരു ഡീമൺ സ്ലെയറായിട്ട് മാറി. ഞാൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ നേരത്ത് അവരെന്നോട് നന്ദി പറയാൻ നേരത്ത് എവിടെയോ ഒരു ചെറിയ നന്മ എൻ്റെ ഉള്ളിലുള്ള പോലെ എനിക്ക് തോന്നി. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടായാലും കൊള്ളാം, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ആ വൃത്തികെട്ട മുഖങ്ങളും ആ വൃത്തികെട്ട മനുഷ്യരും എന്നെ ഇന്നും പുറകേക്ക് വലിക്കുന്നുണ്ട്. എനിക്ക് മുസാനെ എങ്ങനെയെങ്കിലും കൊല്ലണം. മുസാനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും മോക്ഷം കിട്ടിയാലും നമ്മൾ ഇനിയും ജനിക്കുമെങ്കിൽ, നമ്മൾ ഇനിയും മനുഷ്യരായിട്ട് ജനിക്കുമെങ്കിൽ, ഡീമൺസ് ഒന്നും ഇല്ലാത്തൊരു ലോകത്തേക്ക് ജനിക്കുമെങ്കിൽ, അന്ന് ഞാൻ നിന്നോട് ഉറപ്പായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്,
എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ അങ്ങനോട് അവസാനിക്കുവാണ്. സോ നാളത്തേക്കുള്ള ചോദ്യം വളരെ സിമ്പിളാണ്. അതായത് ഡീമൺ സ്ലെയർ എന്ന് പറയുന്ന മാങ്ക ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു മാങ്കാക്ക ക്രിയേറ്റ് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മറ്റൊരു ഫീമെയിൽ ആയിട്ടുള്ള മാങ്കാക്കയുടെ ഏതെങ്കിലും ഒരു മാങ്കയുടെ വർക്കിൻ്റെ പേര് പറഞ്ഞാൽ മാത്രം മതി.